ദൈവത്തിന്റെ മഹത്വം. ഉദയം പേരൂർ കൊച്ചുപള്ളി ദേശത്തോട് പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന് അറിയിപ്പാൻ ഒരു സുവിശേഷമുണ്ട്, ഒരു നല്ല വാർത്തയുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ടീം അംഗങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വന്നത്. ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു, മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 24-ാം അധ്യായം 14-ാം വാക്യം. രാജത്വത്തിന്റെ ഈ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ഈ സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത്. ഒരു ജന്മദിനവാതിലിലൂടെ ഈ ഭൂമിയിലേക്ക് വന്ന് മരണദിനവാതിലൂടെ കടന്നു പോകുന്നവരാണ് മനുഷ്യരായ നാം ഓരോരുത്തരും. അതിനിടയിൽ നാം ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഒരു കാഴ്ചപ്പാടുമില്ലാതെ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്ന് ജീവിക്കുന്നു, മരിച്ചു പോകുന്നു. എന്നാൽ നാം ഇവിടെ എന്ത് ചെയ്യുന്നു? നാം മരിച്ചാൽ ആർക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നിട്ടാതി കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്കൊരു അറിവുമില്ല. എന്നാൽ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് പറഞ്ഞ സുവിശേഷത്തിൽ എന്തിനാണ് മനുഷ്യനിവിടെ വന്നത്, നാം ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു പിക്ചറാണ് നമുക്ക് നൽകുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട 15-20 മിനിറ്റ് സമയങ്ങൾ ഈ സന്ദേശം ശ്രമിക്കുവാൻ നിങ്ങളോട് താഴ്മയായി അപേക്ഷിക്കുന്നു. മനോഹരമായ ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. നാമൊട്ടും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ, മരിക്കാത്ത ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. ചതിയനാം പിശാചിന്റെ ദുർഭരണം തീരുന്നേ, സത്യമാം ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. നാമൊട്ടും ഭരണങ്ങൾ തുടങ്ങുന്നേ ഭൂമിയിൽ നമ്മയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണ വസ്ത്രത്തിന്റെ വിദ്യയിൽ ഒതുങ്ങാതെ ഉണരുക സോദരാ, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണ വസ്ത്രത്തിന്റെ വിദ്യയിൽ ഒതുങ്ങാതെ ഉണരുക സോദര, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ.
നമുക്കോ ക്രിസ്തുവിൻ പാഠശാല വഹിച്ചിടാൻ താന്നുവൻ പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക നാഥൻ കാൽച്ചുവടിയെ ജയിച്ചിടാം വിളങ്ങിടാം ദൈവത്തിൻ പുത്രരാം ചേർന്നിടാം നമുക്ക് ക്രിസ്തുവിൻ പാഠശാല വഹിച്ചിടാം താന്നുകം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക നാഥൻ കാൽച്ചുവടിയെ ജയിച്ചിടാം വിളങ്ങിടാം ദൈവത്തിൻ പുത്രരാം നായൂത്തും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമി നമ്മയൂത്തും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ വാഴും ഭൂവേ എന്നാഥനേശ്വരോട് നിത്യമാം രാജാവാം രാജാധിരാജൻ കീഴേ പ്രിയരേയൊരുങ്ങുക പരമാരിനി സമയമില്ല മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ ഞാൻ വാഴും ഭൂവേ എന്നാഥനേശ്വരോട് നിത്യമാം രാജാവാൻ രാജാധിരാജൻ കീഴേ പ്രിയരേയൊരുങ്ങുക പരമാരിനി സമയമില്ല മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ നാമൂത്തും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂത്തും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ മരിക്കാത്ത ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ ചതിയനാം പിശാചിന്റെ ദുർഭരണം തീരുന്നേ സത്യമാം ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ നാനൂറ്റും ഭരണങ്ങൾ തുടങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മാറ്റപ്പെടുകയും ചെയ്യട്ടെ. മനോഹരമായ ഒരു പ്രഭാതം സൃഷ്ടാവായ ദൈവം നമുക്ക് നൽകുവാനായിട്ടിടയായി. ഈ പ്രഭാതത്തിൽ ഈ കൊച്ചുപള്ളി ദേശത്ത് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കാൻ ദൈവം എന്ന നല്ല സമയത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മഹാപ്രപഞ്ചത്തിന്റെ ഉടയവനായ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിച്ച് കടന്നു പോകുന്ന ഒരു ടീമിനെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യജീവിതം എന്താണെന്ന്, എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നുവെന്ന്, മരണത്തെ തുടർന്നുള്ള ജീവിതം എങ്ങനെയൊന്നോ ഒന്നും അറിയാതെ ഒരമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ച് ചുറ്റുമുള്ളവർ എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം ചെയ്യുവാൻ, അവരെ അനുകരിപ്പാൻ ശ്രമിച്ച് സ്കൂളിലും കോളേജിലും എല്ലാം പോയി ഒരു വിദ്യാഭ്യാസം എല്ലാം പ്രാപിച്ച് കുറച്ചുനാൾ ജോലിയെടുത്ത് ഒരു മെയ്സനായി, ഒരു ആർട്ട് വർക്കായി, ഒരു ഡിസൈനറായി, ഒരു ക്ലർക്കായി, ഒരു ഡ്രൈവറായി, ഒരു അക്കൗണ്ടന്റായി, ഒരു പള്ളിയിലച്ഛനായി, ഒരു പൂജാരിയായി, ഒരു പാസ്റ്ററായി, മറ്റെന്തെങ്കിലുമൊക്കെ ആയി ഇവിടെ ജനിച്ച് വളർന്ന് അതേ താമസിയാതെ മരണമെന്ന കൊള്ളക്കാരൻ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന ഒരു ജീവിതമാണ് നമ്മുടേത്. ഈ ജീവിതത്തിന്റെ ഇടയിൽ എന്തിനാണ് സൃഷ്ടാവ് നമ്മളെ സൃഷ്ടിച്ചത്? എന്താണ് നാം ഇവിടെ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ചെയ്യേണ്ടത്? എന്തുകൊണ്ട് നമുക്ക് പ്രായമാകുന്നു? എന്തുകൊണ്ട് നാം മരിക്കുന്നു എന്ന ചിന്തകളൊന്നും ചിന്തിക്കാതെ
ഈ ലോകത്തെ മറ്റുള്ളവരെ അനുകരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ സൃഷ്ടാവായ ദൈവത്തിന്റെ ഒരു സന്ദേശം നമ്മളോട് ദൈവം അറിയിക്കുന്നുണ്ട്. നീ മനുഷ്യരെ അനുകരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിക്കാൻ ദൈവം ഉയരത്തിൽ നിന്ന് മനുഷ്യനോട് ആലോചന പറയുന്നു. എന്തുകൊണ്ടാണ്? പ്രിയ സഹോദര സഹോദരി, യേശു കർത്താവ് ഇവിടെ കടന്നു വന്ന മാനവരാശിയോട് സ്വർഗീയ പിതാവിന്റെ സർവ്വരാജനങ്ങളെ ഉടയവനായ ദൈവത്തിന്റെ ഒരു അരുളപ്പാട് അറിയിച്ചു. ആ അരുളപ്പാട് ഇങ്ങനെയാണ് അറിയിച്ചത്: ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മനുഷ്യ നീ മാനസാന്തരപ്പെട്ട് ദൈവത്തോട് ചേരുക. അതിന്റെ അർത്ഥം ദൈവം നിന്നോടുകൂടി താമസിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് മനുഷ്യനോടുകൂടെ, മരണമുള്ള മനുഷ്യനോടുകൂടെ മാത്രം ജീവിച്ച് പരിചയമുള്ള നിനക്ക്, മരണമുള്ള മനുഷ്യനെ മാത്രം അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നിനക്ക്, മരണമില്ലാത്ത ദൈവത്തോടുകൂടെ ജീവിക്കാൻ തക്കവണ്ണം, ദൈവത്തെ അനുകരിക്കാൻ തക്കവണ്ണം ഒരു ഇൻവിറ്റേഷൻ ദൈവം തരികയാണ്. ചുരുക്കി പറഞ്ഞാൽ ദൈവ കുടുംബമായി ജീവിക്കാനുള്ള ഒരു ഇൻവിറ്റേഷൻ ദൈവം തരികയാണ്. യേശു കർത്താവ് ഭൂമിയിൽ വന്ന് പറഞ്ഞ ആ ദിവ്യമായ സുവിശേഷ സന്ദേശം, അതിന്റെ ഒരു സാക്ഷ്യമായിട്ടാണ് ഈ കൊച്ചുപള്ളി ദേശം ഇന്ന് ഈ സന്ദേശം ശ്രമിക്കുന്നത്. മരണമുള്ള മനുഷ്യനോടുകൂടെ മാത്രം ജീവിച്ചു മരിച്ചു പോകുന്ന മനുഷ്യനും മരണമില്ലാത്ത ദൈവത്തോടുകൂടെ ജീവിക്കാൻ ദൈവത്തിന്റെ മകനായി ദൈവത്തെ അനുകരിച്ചുകൊണ്ട് ദൈവത്തോടുകൂടെ ജീവിക്കാൻ തന്നിരിക്കുന്ന ഇൻവിറ്റേഷനാണ് സുവിശേഷം. ഈ കൊച്ചുപള്ളി ദേശത്ത് ഈ ദിവ്യമായ സുവിശേഷം അറിയിക്കാൻ ദൈവമിടയായി. ഇത് കേൾക്കുവാനുള്ള ഒരു അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് നൽകി. എന്നാൽ പിശാചിനാൽ തടയപ്പെട്ട് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന, പ്രയോജനമില്ലാത്ത ഒരു ലക്ഷ്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. എങ്കിലും ദൈവം എന്നെ ഏൽപ്പിച്ച, സൃഷ്ടാവ് എന്നെ ഏൽപ്പിച്ച ചിന്തകളെ നിങ്ങളെ അറിയിക്കുകയാണ്. മക്കളെ, മരണമില്ലാത്ത ദൈവം നിങ്ങളോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനായി ദൈവം നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇത് വീണ്ടും വീണ്ടും നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇതാണ് യേശു ക്രിസ്തു, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഇവിടെ വന്ന് അറിയിച്ച ദിവ്യമായ സുവിശേഷം. കാലിന് എത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നാം ദൈവം മക്കൾ എന്ന് വിളിക്കപ്പെടുക. പ്രിയമകയും മകളെ, മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച മനുഷ്യരോടുകൂടെ ജീവിച്ച് മരണമുള്ള നിനക്ക് എനിക്കും ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ഇൻവിറ്റേഷൻ വേറെ എന്താണ് ലഭിക്കാനുള്ളത്? മരണമില്ലാത്ത ദൈവത്തോടുകൂടെ ജീവിക്കാനുള്ള ഇൻവിറ്റേഷൻ ലഭിക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത്, നിന്റെ ജീവിതത്തിൽ നിന്റെ സൃഷ്ടാവോടുകൂടെ ജീവിക്കാൻ ഒരു അവസരം കിട്ടുകയാണ്. രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത്, ഏത് മനുഷ്യന്റെയും പേടി സ്വപ്നമായ മരണമെന്ന ഭീകരനെ തോൽപ്പിക്കാൻ കഴിവുള്ള ഒരു ശക്തിയും ഈ ലോകത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ നിന്റെ സൃഷ്ടാവായ ദൈവം ആ മരണത്തിന്റെ മുകളിൽ പരിഹാരം വരുത്തിക്കൊണ്ട് നിന്നെ മരണമില്ലാത്തവനായി ദൈവം മാറ്റുന്നു. ദൈവ കുടുംബത്തിലെ ദൈവത്തിന്റെ മകനായി മാറ്റുന്നു. ആ ദൈവികമായ പ്രബോധനം നിനക്ക് തിരികെ കിട്ടുന്നു. മരണം ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നു. നിത്യം ദൈവത്തോടുകൂടി വസിപ്പാനും യേശു ക്രിസ്തുവോടുകൂടെ ഈ ഭൂമിയുടെ രാജാക്കന്മാരായി തീരുമാനം, ദൈവരാജ്യത്തിലെ അംഗങ്ങളാകുവാനുള്ള അവസരം ദൈവം നിങ്ങൾക്ക് തരികയാണ്.
ഈ ശബ്ദകാഴ്ച പരിധിയിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേട്ട് എനിക്കും ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗമായി മാറണം എന്ന് ഹൃദയത്തിൽ ഒരാഗ്രഹമുണ്ട് എങ്കിൽ പ്രിയമകനെ പ്രിയമക്കളെ, ഈ ലോകത്തിൽ അതിലൊരു മാർഗമില്ല. എന്നാൽ ദൈവം തന്നെ ഒരുക്കിയൊരു മാർഗമാണ് ഈ ലോകത്തിന്റെ ആ ചതിക്കുഴിയിൽ നിന്ന് നമ്മളെ വിടുവിച്ച് നമ്മൾ ഓരോരുത്തരെയും ക്രിസ്തുവിൽ ദൈവത്തിന്റെ മക്കളാക്കി മാറ്റി ദൈവത്തോടുകൂടെ നിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവം തന്നെ അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു മാർഗമാണ് തന്റെ പുത്രനായ ക്രിസ്തു. ആ ഓരോരുത്തരും ഇന്ന് എന്തുകൊണ്ട് മരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപത്തിന്റെ ശമ്പളമാണ് മരണം. പൂർവ്വപിതാവായ ആദത്തിന്റെ പാപം മൂലം മരണം മാനവരാശിയിലേക്ക് കടന്നു വരികയും ഈ ലോകത്തിൽ മരണം കിടക്കുകയും നമ്മളെല്ലാം മരണത്തിൽ കീഴ്പ്പെടുത്തുകയും ചെയ്തു. നമ്മൾ മരണത്തിന്റെ കുടുക്കിലായി പാപം നിമിത്തം. പാപത്തിന്റെ ശമ്പളം മരണമാണ്. ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് യേശുക്രിസ്തു ആദ്യത്തെ 3.5 വർഷക്കാലം തന്റെ ശുശ്രൂഷ സമയത്ത് പിതാവിനും മാനവരാശിയോട് പറയാനുള്ള ദൂത് സന്ദേശം അറിയിച്ചു. ആ സന്ദേശമാണ് അല്പം മുമ്പ് നിങ്ങൾ കേട്ടത്. ദൈവം തന്റെ കുടുംബത്തെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. തന്റെ മക്കളായി തന്റെ കുടുംബമായി നമ്മൾ ഓരോരുത്തരെയും ദൈവത്തോടുകൂടെ ജീവിക്കാൻ ക്ഷണിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മനുഷ്യ നീ മാനസാന്തരപ്പെട്ട് ദൈവത്തോട് ചേരുക. അങ്ങനെ ചേരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം തന്നെ ഒരുക്കിയ വഴിയാണ് തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ കാൽവരി ക്രൂസിലെ യാഗം. ഞാനും നിങ്ങളും പാപനിമിത്തം മരിക്കേണ്ട സ്ഥാനത്ത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂസിൽ യാഗമായി തന്റെ അവസാനമുള്ള രക്തം വരെയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഊറ്റിത്തന്നുകൊണ്ട് നാം മരിക്കേണ്ട സ്ഥാനത്ത് യേശുക്രിസ്തു മരിച്ചതുകൊണ്ട് നമ്മളെ സ്വതന്ത്രമാക്കിയെന്ന നഗ്ന സത്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഇനി പാപനിമിത്തമുള്ള ആ ബന്ധനത്തിൽ ആരും കിടക്കേണ്ട ആവശ്യമില്ല. യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ആ സ്വർഗീയ പിതാവിന്റെ ഭവനത്തിലേക്ക് യാത്രയാകാം, സ്വർഗീയ പിതാവിനോടൊപ്പം ക്രിസ്തുവിൽ ജീവിക്കാൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷപ്പെടും. എന്തിൽ നിന്ന്? ഈ പാപനിമിത്തം ലോകമെന്ന ജയിലിൽ കുടുങ്ങിപ്പോയ മരണത്തിനായി പിടിപെട്ട് കിടക്കുന്ന നമ്മളെ സ്വർഗത്തിലെ ദൈവം സൗജന്യമായി തന്റെ പുത്രന്റെ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ വിടിയിരിക്കുകയാണ്. അതുകൊണ്ട് യേശുക്രിസ്തു പ്രസംഗിച്ച സുവിശേഷമായ ദൈവത്തോടുകൂടെ ദൈവം തലവനായിട്ടുള്ള കുടുംബത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏവരും അതിന്റെ ആദ്യ സ്റ്റെപ്പ് ഈ ലോകത്തിലെ ഈ ജയിലറയായ ലോകത്തിലെ ജയിൽവാസത്തിൽ നിന്ന് വിമുക്തി നേടണം. പാപനിമിത്തം ഈ ജയിലറയിൽ മരണത്തിനെ അടയ്ക്കപ്പെട്ട നമുക്ക് പാപപരിഹാരമായി, പാപത്തിൽ നിന്നുള്ള രക്ഷയായി, മരണത്തിൽ നിന്നുള്ള രക്ഷയായി, പൈശാചികരിൽ നിന്നുള്ള രക്ഷയായി ഒരേ ഒരു നാമമേ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. സ്വർഗസ്ഥ പിതാവ്, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നൽകിയ ഏകനാമമാണ് തന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമം. ആകാശത്തിന് കീഴിൽ മനുഷ്യനിടയിൽ മനുഷ്യരക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുക്രിസ്തു എന്ന നാമമല്ലാതെ. അതുകൊണ്ട് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച്, യേശുവേ അങ്ങ് മരിച്ചത് അങ്ങ് ദൈവത്തിനാണ് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങ് മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണ് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പാപിയായ ഒരു മനുഷ്യന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, ഇനി മുതൽ അങ്ങേ എന്റെ തലയാക്കി അങ്ങേ അനുസരിച്ച് അനുഗമിച്ച് ജീവിപ്പാൻ എനിക്ക് കൃപ തരണമേ എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് വാഗൊണ്ട ഏറ്റുപറയുന്നെങ്കിൽ എന്റെ പ്രിയമകനെ, പ്രിയമകളെ, ഈ ജീവിത യാത്രയുടെ ജയത്തിലേക്ക് നീ ക്രിസ്തുവെ അനുഗമിച്ച് കടന്നു വരികയാണ്. ഇതാ ഞങ്ങളോട് ദൈവം കൽപ്പിച്ചിട്ടുള്ള ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുകയാണ്. ഞങ്ങൾ ഇത് കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് ഈ കൊച്ചുപള്ളി ദേശ നിവാസികൾ, ഈ ശബ്ദ കാഴ്ച പരിധിയിൽ ഓൺലൈനിലൂടെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരും പറയുവാനായിട്ട് ഇടയാകരുത്. ഇതാ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ജീവിതം, നമ്മുടെ അവസാന ശ്വാസം ഇവിടെ തീരും. കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ ഇവിടെ അവസാനിക്കും. ഇതാ നമ്മുടെ പൂർവികന്മാർ കടന്നുപോയതുപോലെ മണ്ണിന്റെ ആഴങ്ങളിലേക്ക് നമ്മുടെ ശരീരം
മരണം നമ്മളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് മരണത്തെ കീഴ്പ്പെടുത്താൻ കഴിവുള്ള അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെയുള്ള രക്ഷയോ തുടർന്ന് ആ ക്രിസ്തുവിലൂടെ സ്വർഗസ്ഥ പിതാവുമായി ഒരുമിച്ച് ജീവിക്കുവാനുള്ള ദൈവരാജ്യത്തിലെ കുടുംബ ജീവിതവും പ്രിയമകനെ പ്രിയമകളെ നിനക്ക് നഷ്ടമാകാതിരിക്കാൻ ഈ നിമിഷം തന്നെ യേശുവെ നിന്റെ ജീവിതത്തിൽ നിന്റെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് യേശുവെ അനുഗമിച്ച് അനുസരിച്ചുകൊണ്ട് സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുക. പ്രിയമകനെ പ്രിയമകളെ നിന്നെ ഓർപ്പിക്കുകയാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവെ അങ്ങ് മരിച്ചതിന്റെ പാപത്തിന് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നതിന്റെ ഹൃദയത്തിലേക്ക് എന്റെ കർത്താവായ രക്ഷകനായി കടന്നു വരണമേ എന്ന് ഞങ്ങൾ ഈ സമയം പ്രസംഗിക്കുന്ന സമയം തന്നെ നിന്റെ ഹൃദയം കൊണ്ട് നീ അത് അപേക്ഷിച്ചുകൊണ്ട് ഏറ്റുപറയുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇന്ന് ദൈവിക പ്രകാശം കടന്നു വന്നിരിക്കുന്നു. മരണം നിന്നെ വീഴുന്നതിന് മുമ്പ്, ഈ ലോകം നിന്നെ വീഴുന്നതിന് മുമ്പ് മരണത്തെ വീഴുവാൻ കഴിവുള്ള ദൈവത്തിന്റെ ഈ മഹാസുവിശേഷത്തിലേക്ക്, ഈ മഹാകുടുംബത്തിലേക്ക് ദൈവത്തിന്റെ മകനായി മാറുവാനുള്ള അവസരം തള്ളിക്കളയരുതേ എന്ന് നിങ്ങൾക്ക് എന്നോട് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്ത ദേശത്തേക്ക് കടന്നു പോകുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ 2 നോട്ടീസുകൾ നിങ്ങളുടെ കയ്യിൽ കൊണ്ട് തന്നിട്ടുണ്ട്. അതിലൊന്ന് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതിയാണ്, ദൈവരാജ്യ സുവിശേഷമാണ്. മറ്റൊന്ന് ഉടമകളും കാട്ടുപടിക്കടുത്ത് പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 22 വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട്. ആ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന ദൈവരാജ്യ സുവിശേഷ വചന ധ്യാനമുണ്ട്. അതിലേക്ക് നിങ്ങൾ ഏവരെയും ക്ഷണിക്കുകയാണ്. ഞങ്ങൾ ടെലിഫോൺ നമ്പർ അതിന്റെ താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ഞങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് അടുത്ത ദേശത്തേക്ക് കടന്നു പോകുന്നു. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് കൊച്ചുപള്ളി ദേശ നിവാസികൾ ഏവരെയും മാത്രമല്ല ഈ ശബ്ദ കാഴ്ച വെറുതിയിൽ അങ്ങയുടെ സ്വരം ഞങ്ങളിലൂടെ ശ്രമിക്കുന്ന ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. പ്രിയ നല്ല പിതാവേ, അങ്ങയുടെ മാനവരാഴ്ചയുള്ള സന്ദേശം ഇവിടെ അറിയിച്ചു. അപ്പൊ പ്രിയയുടെ ഹൃദയങ്ങളെ അങ്ങ് തുറന്നു കൊടുത്ത് ഇവരെയും അങ്ങിലേക്ക് ആകർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ സകല ആവശ്യങ്ങളുടെ പേര് കൂട്ടായിരിക്കണമേ. ഇവരുടെ മക്കൾ, ഇവരുടെ മാതാപിതാക്കന്മാർ, ഇവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ, ജോലി, ഇവയെല്ലാം അങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. കേട്ട ഈ ദിവ്യമായ യേശുക്രിസ്തു പ്രസംഗിച്ച രാജ്യത്തെ സുവിശേഷവും യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ അതിലേക്കുള്ള യാഗവും ഇവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ഇവരെല്ലാവരും നിത്യമായ അങ്ങയോട് കൂടെ ആയിരിക്കാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കുന്നു, ഇവരുടെ അനുഗ്രഹമായി തീരട്ടെ. സർവ്വമാന പിതാവാകിയ യേശുവിന്റെ നാമത്തിൽ ദൈവജനത്തോട് ഓർപ്പിക്കുകയാണ്. ദൈവത്തോട് കൂടെ ജീവിക്കാൻ ഒരുങ്ങുക. ദൈവങ്ങളെ സഹായിക്കട്ടെ. നന്ദി, നമസ്കാരം.